എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമസ്കാരം. ഞാൻ ലേറ്റ് ആയിപ്പോയി. ഞാൻ 11 മണിക്ക് ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമ ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ എണീറ്റ് പോയത്. പറയും ഉണ്ണി വ്ളോഗ്സ് ഇപ്പൊ വിശേഷങ്ങൾ മൊത്തം തിളങ്ങി നിൽക്കാമല്ലോ വിവാദങ്ങളിൽ. വിവാദം എന്ന് പറയാൻ പറ്റില്ല. ഉണ്ണി വ്ളോഗ്സ് ഒരു റിവ്യൂ ഇട്ടു. ബാഡ് ബോയ് സിനിമയ്ക്ക് കണ്ടതിന് ശേഷം റിവ്യൂ ഇട്ടു. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരാള് നല്ല സിനിമയാണെങ്കിൽ നല്ലതാന്ന് പറയാ, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാ. പക്ഷെ റിവ്യൂ ഏത് തരത്തിലായിക്കോട്ടെ, പക്ഷെ അതിന്റെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് നല്ല രീതിയിൽ നമുക്കത് പറയാൻ പറ്റില്ല. വളരെ ഭീഷണിന്ന് മാത്രമല്ല, അതിനകത്ത് പല രീതിയിലൊരു ജാതീയത വരെ കൊണ്ടുവന്ന് വച്ചിരുന്നു. ഇപ്പൊ എന്താണ് റിയാക്ട് ചെയ്യാനുള്ളത്? അതില് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് ശേഷം കുറെ ആൾക്കാരോട് സംസാരിച്ചു. നമ്മളെ കുറെ ആൾക്കാർ വിളിക്കുകയുണ്ടായി, സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു തെറ്റിദ്ധാരണയുടെ എലമെന്റ് കിടപ്പുണ്ടായിരുന്നു. അപ്പം അതിന്റെ പേരിൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കോള് ഞാൻ ഇപ്പൊ തൽക്കാലം ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ എഴുതിയിട്ട റിവ്യൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ എൻ്റെ പേരിൽ ഉണ്ണി വ്ളോഗ്സ് സിനിഫൈൽ എന്നുള്ള പേരും ഫേസ്ബുക്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വിളി ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതൊരു ജെനുവിൻ തെറ്റിദ്ധാരണയാണ്. ഈ പറയുന്ന പ്രശ്നകരമായ കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിലൂടെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള, ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൊരു തെറ്റിന് തക്കതായതെന്ന് എനിക്ക് തോന്നുന്ന അത്ര ആയി അത്. അപ്പോൾ പിന്നെയും നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് മനുഷ്യന്മാരെ ഉപദ്രവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആണെങ്കിലും ഈ മറ്റ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അത് ആവർത്തിക്കാതിരിക്കുക. ഇതിനു മുമ്പ് ഒരു ഡയറക്ടർ വിളിച്ച് തരും പറഞ്ഞ സമയത്തും നമ്മൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇത്തരം സംഭവം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരികയും പുള്ളി ഫേസ്ബുക്കിൽ മാപ്പ് പറയുകയും പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളെ കേസൊക്കെ പിൻവലിച്ചത്. അപ്പം എൻ്റെ ബേസിക്കലി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആരെയും ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളെ അയാളുടെ ജീവിതം തകർത്ത് കളഞ്ഞാലേ പ്രതികാരം പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്ന പോലത്തെ പരിപാടി ഒന്നുമില്ല. അത് ഒരു ജെന്യുവൻ തെറ്റിദ്ധാരണ ആയതുകൊണ്ട് നമ്മളത് ആ രീതിയിൽ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ കുറേ ആൾക്കാർ അല്ല, ഇനി വീണ്ടും ആവർത്തിക്കില്ല എന്ന് പറയുന്നൊരു ഉറപ്പുള്ളതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, ഇപ്പം ഷസാം വന്ന് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷസാമിനെ വിളിച്ചിട്ടില്ല. മറ്റ് റിവ്യൂവേഴ്സിനെ ആരെയും വിളിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, അത് എൻ്റെ പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതായത് ഉണ്ണി വ്ളോഗ്സ് സിനിഫൈൽ എന്ന് പറയുന്ന പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നിൽക്കുന്ന ഒരു കൺഫ്യൂഷന്റെ ഭാഗമായിട്ട് വന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഷസാമിന്റെ അടുത്തും പോകുമായിരുന്നു, മറ്റു റിവ്യൂവേഴ്സിനെയും അവർ ഭീഷണിപ്പെടുത്താൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഉണ്ണി ഇതേപോലെ ഒരു ഭീഷണി മുമ്പ് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ് വന്നിട്ടുള്ളത്. അതെ, അത് ആ ഡയറക്ടറിന്റെ കേസാണ്. അത് നമ്മൾ കേസായി പോയി പിന്നീട് അവർക്ക് അത് കോംപ്രമൈസ് ചെയ്യാം. നമ്മൾ കോംപ്രമൈസ് എന്ന് പറയുന്നൊരു വാക്കിന് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. നമ്മുടെ ഭാഗത്തുനിന്നും വിട്ടുവീഴ്ചകൾ, അവരുടെ ഭാഗത്തുനിന്നും വിട്ടുവീഴ്ചകൾ, അങ്ങനെ നമ്മൾ പരസ്പരം ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിൽ അവസാനിപ്പിക്കാം. അപ്പൊ അങ്ങനെ ഒരു കോംപ്രമൈസ് തന്നെയാണ് ഇവിടെയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി തുടരില്ലേ ഇങ്ങനെ? ഇനി അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് അതുപോലെ തന്നെ ഫേസ് ചെയ്യും. ഇത് എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ. തീർച്ചയായിട്ടും നമ്മൾ ഇനിയും റിവ്യൂ ഇടും. റിവ്യൂവിനൊന്നും യാതൊരു മാറ്റങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ ഒന്നും വരുത്തുന്നില്ല. ആ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതല്ല, അത് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഒന്ന് നാട്ടുകാർ അറിയണം. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ചാനലായിട്ട് ഇങ്ങനെ നടക്കുന്നു, നിങ്ങളും പല രീതിയിൽ പല തരത്തിൽ ഭീഷണികൾ നേരിടുന്നുണ്ടാവും. എല്ലാവർക്കും അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഇതിവിടെ നടക്കുന്നുണ്ട്. ഇതൊരു തൊഴിൽ മേഖലയാണ്. ഇപ്പൊ നിങ്ങൾ ഈ ക്യാമറ പിടിച്ചു നിൽക്കുന്നതും ഞാൻ ക്യാമറ മുമ്പിൽ സംസാരിക്കുന്നതും ജോലിയാണ്. ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത് നാട്ടുകാർ അറിയണം. ഇതിനൊരു തൊഴിൽ മേഖലയാണ്. ഇവിടെ അനാവശ്യമായി ഭീഷണി മുഴക്കുന്നവരുണ്ടെന്ന് നാട്ടുകാർ അറിയണം. ആൻഡ് ഭീഷണി മുഴക്കി കഴിഞ്ഞാൽ നിയമപരമായി അവരതിനെ നേരിടേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അവർക്ക് കിട്ടണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. എനിക്കിപ്പം ഒരു പ്രൊഡ്യൂസറിന്റെയോ ഡയറക്ടറിന്റെയോ കരിയറോ ജീവിതമോ അവരുടെ പേരോ ചീത്തയാക്കുക എന്നുള്ളതല്ല. അവർ ജോലി ചെയ്യുന്നു, നമ്മളും ജോലി ചെയ്യുന്നു. അവർ ജോലി ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ ജോലി ചെയ്യും. നമ്മുടെ ജോലിയിൽ അനാവശ്യമായി കൈ കടത്തുകയോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളും പ്രതികരിക്കും. ആ ഒരു ഇമേജ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഈ നല്ല സിനിമകൾ വരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് തന്നെ അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ മോശം സിനിമ ഒരു മോശം സിനിമ കണ്ടിട്ട് മോശം എന്ന് പറയുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ആദ്യത്തെ ഷോസ് ഒക്കെ ഇവർ പോയി കാണാം. അപ്പൊ എല്ലാവരും ചുറ്റും നിന്ന് നല്ലത് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ആസ് എ പ്രൊഡ്യൂസറിൽ നിന്നും സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഇവർക്ക് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ഈ പടം ആണ് അടുത്ത മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ഫീൽഡിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് പുള്ളി ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ പൈസ മുടക്കി കഴിയുമ്പോൾ പുള്ളിക്ക് ഒരു വേദന ഉണ്ടാവും. അപ്പൊ ആ വേദന പല രീതിയിൽ പ്രകടിപ്പിക്കുന്നവരുണ്ട്. വിളിച്ചിട്ട് മോശമായി പോയിട്ടോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ ഭാഷയിൽ സംസാരിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ അത് ആ വരുന്ന രീതിയിൽ ഡീൽ ചെയ്യാന്നുള്ളതാണ്. പ്രൊഡ്യൂസറിന് ഉണ്ടാവുന്ന വേദന പുള്ളി കാശ് മുടക്കിയാണ്. ഡയറക്ടറിനും ആക്ടേഴ്സിനും എല്ലാവർക്കും പൈസ കിട്ടിക്കഴിഞ്ഞാണ്. അപ്പം എൻഡ് ഓഫ് ദ ഡേ പടം റിലീസായി കഴിയുമ്പോൾ പ്രൊഡ്യൂസറിനാണ് റിവ്യൂ ചെയ്യുന്ന പെയിൻ കൂടുതൽ ഉണ്ടാവുക.
നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അടുത്ത പടം പുള്ളി ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും പടം എടുക്കാതിരിക്കാന്നുള്ളത് ചെയ്യേണ്ട ഒരു കാര്യം. അല്ല, അത് തന്നെയല്ലേ നമ്മൾ ചെയ്തതും. ഇപ്പോ ജനങ്ങളെ ഒരുപാട് നാളായിട്ട് മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ പോലെ പടം മോശമായാലും നല്ല രീതിയിൽ അത് നല്ല പ്രൊമോഷൻ ചെയ്ത് നല്ല സിനിമയാണെന്ന് പറഞ്ഞിറക്കി ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു രീതിയിൽ നിന്നായിരുന്നു നിങ്ങളുടെ പോലുള്ള റിവ്യൂവേഴ്സ് വന്ന് ചില സമയങ്ങളിൽ ചില ആക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് റിവ്യൂവിലൂടെ ചില സിനിമകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷെ അത് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായിക്കൂടെ? നമ്മള് റിവ്യൂ ഇടുമ്പം ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെ. ഇപ്പൊ ചില സിനിമ ചില ആളുകൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഒരു മോശം ഇംപ്രഷൻ വരാം. അപ്പൊ ഏതെങ്കിലും ഒരു റിവ്യൂവർ സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് അതിന്റെ ഈ സിനിമയുടെ സെൻസ് ഇതാണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പൊ പല പഴയ പടങ്ങൾ എടുത്തു വെച്ചിട്ട് പലരും ചോദിക്കാറുണ്ട് ഈ പടം റിവ്യൂവേഴ്സ് ഉണ്ടായിരുന്നെ പൊട്ടിപ്പോകുന്നില്ലായിരുന്നു, ആ സിനിമ അന്ന് എത്ര വിജയമായിരുന്നു അതിനേക്കാൾ വിജയമാവുകയുള്ളൂ. കാര്യം അന്ന് ആൾക്കാർ മനസ്സിലാക്കാതെ പോയ എന്തൊക്കെയോ കാര്യങ്ങൾ ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അത് സംസാരിക്കുമായിരുന്നു. ആ സിനിമകൾ കുറച്ചും കൂടി ഹിറ്റ് ആവുകയുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. സിനിമകളിലെ അതിന്റെ ഒരു സെൻസ് എന്താണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, നമുക്ക് എന്ത് മനസ്സിലാവുന്നു എന്നുള്ളത്. ഇപ്പൊ ഞാനുണ്ട്, ഷസാമുണ്ട്, പോക്കുണ്ട്, വേറെ ഒരുപാട് റിവ്യൂസ് ഉണ്ട്. ഓരോരുത്തരും പറയുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് വരിക, ഓരോരോ ആംഗിളിലാണ് സിനിമയെ നോക്കി കാണുക. അപ്പൊ അത്രയും ആംഗിളിൽ സിനിമയെ വിലയിരുത്താൻ പറ്റുന്നു എന്നുള്ള അതൊരു പോസിറ്റീവ് കാര്യമാണ്. വീണ്ടും ഈ വീഡിയോ ഡിലീറ്റ് ആകുമ്പോൾ ഓഡിയൻസിനുള്ള ജെന്യൂനിറ്റി പോകില്ല? ഇല്ല, രണ്ട് വട്ടമാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഭീഷണിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത്, അത് കഴിഞ്ഞപ്പോൾ ഇത്. അപ്പൊ ഈ രണ്ട് കേസിലും സംഭവിച്ചത് തന്നെ ഒരു മുന്നിമുന്നന്റെ ഒരു ഫിലിം കോപ്പി അദ്ദേഹത്തിന്റെ ഫിലിം റിവ്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ആ റിവ്യൂ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ അതൊരു 6 മാസത്തോളം ഓൺലൈനിൽ കിടന്ന റിവ്യൂ ആണ്. അതിനുശേഷം അത് റിമൂവ് ചെയ്തത് അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ ജോലി ചെയ്ത കമ്പനിക്ക് നേരെ ഉണ്ടാവുന്ന ലീഗൽ ഇഷ്യൂസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ടാണ്. പിന്നെ അതിൽ എൻ്റെ നിലപാടെന്ന് പറയുന്നത് ആ റിവ്യൂ പബ്ലിക് ആക്കാൻ അനുവദിക്കുന്നത് വരെ ആ സിനിമയുടെ നായകനുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊരു എന്താ പറയുക, എന്നേക്കുമായി ഡിലീറ്റ് ചെയ്തതല്ല. ഇപ്പം നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ട്, അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ കോംപ്രമൈസ് നടക്കുന്ന ഈ കേസുകളിൽ അതങ്ങനെയാണ്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആജീവനാന്തം അവരോടുള്ള ദേഷ്യം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യണമെന്നില്ല. നമ്മൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അത് ജനങ്ങൾ മാക്സിമം ആൾക്കാർ അറിഞ്ഞു, നിങ്ങളും എല്ലാവരിലേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഈ പ്രശ്നത്തിൽ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ലേ ഈവൻ അയ്യപ്പനും കോച്ചിലും സിനിമയിലും അവർ ക്ഷമിക്കുകയല്ലേ, കോംപ്രമൈസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അങ്ങനെ ക്ഷമിക്കുക, ഒപ്പീനിയൻ പറയുന്നതിന് ഞാൻ ഇതുവരെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഒപ്പീനിയൻ പറഞ്ഞ് നമ്മൾ ഇട്ടതിന്റെ ഭാഗമായിട്ടുണ്ടായ ഇഷ്യൂന്റെ പുറത്താണ്. ഇപ്പൊ രാസ്തയുടെ റിവ്യൂ നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല. ഈ ഒരു കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ഒരു ഡാമേജും അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ നടന്ന കോൺവെർസേഷനും ഉണ്ട്. ആ പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങളുടെ കോൾ റെക്കോർഡ് ഞാൻ പബ്ലിക് ആക്കും, അതുകൊണ്ട് ഞാൻ റിവ്യൂ പ്രൈവറ്റ് ആക്കാന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞു പോയതാണ്. അതെന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. അപ്പൊ എന്തായാലും അതിന്റെ ഭാഗമായിട്ടാണ് അത് മാറ്റിയത്. ആ റിവ്യൂ മാറ്റിയിട്ട്, കാര്യം ആ റിവ്യൂ നാട്ടുകാർ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് റിവ്യൂ ഇട്ടതിന് ശേഷം ഒരു റിവ്യൂവർ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കാമെന്ന് എനിക്ക് തോന്നി. പിന്നെ സിനിമയുടെ റിവ്യൂ അത് ഇട്ടിട്ടില്ലെങ്കിലും ഞാൻ ലാസ്റ്റ് ഇട്ട എക്സ്പ്ലനേഷനിലും റിവ്യൂവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രൊഡ്യൂസറായിട്ടുള്ള കോൺവെർസേഷനിൽ സംഭവിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യവും ആൾക്കാരിൽ നിന്ന് മുഴുവനായിട്ട് ഹൈഡ് ചെയ്തിട്ടില്ല. ചില വാക്കുകളും പ്രയോഗങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു പബ്ലിക് ഡൊമൈനിൽ കിടക്കണ്ടെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. എന്താണ് അതിന്റെ സംഭവിച്ച കാര്യം എന്താണെന്നുള്ളത് എക്സ്പ്ലനേഷൻ. ഭീഷണിപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണോ അതോ ഇമോഷന്റെ ആ ഒരു ഇതിലെ ഭീഷണി ആയി പോയതാണോ? അത് ഒന്നെനിക്ക് ഇമോഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇമോഷണൽ ആവും, അതിപ്പോ ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതിന്റെ പുറത്ത് ഈ തെറ്റിദ്ധാരണയുടെ ഒരു എലമെന്റ് ഞാൻ പറഞ്ഞത്, അപ്പൊ ആ കാര്യമൊക്കെ കൂടി വെച്ചുകൊണ്ട് വിളിച്ചതാണ്. ആ ഭീഷണി ഇപ്പം നമ്മൾ ഈ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയുടെ എലമെന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു പേടിയോ അല്ലെങ്കിൽ പേടിച്ച് പറക്കലോ അങ്ങനത്തെ സാധനങ്ങളോ അതിലില്ല. അത്രയാണ്. ഈ അശ്വൻകോക്ക് മാരിഫിലിം ഗോപുരങ്ങളുടെ സിനിമയുടെ റിവ്യൂ ഇതേപോലെ ഇട്ടിരുന്നു. പിന്നെ അശ്വൻകോക്കിന്റെ ഇന്റർവ്യൂസിലും അശ്വൻകോക്ക് പറഞ്ഞു എന്റെ ബസ് ഇരിക്കുമ്പോൾ പോലും ഉപദ്രവിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. ഇതുപോലെ ഒരു പേടി വന്നിട്ട് നമുക്ക് ഓരോ തവണയും തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പേടികളുണ്ട്. കാര്യം ഈ സിനിമയുടെ ആയിട്ട് നിൽക്കുന്ന ആളുകളും അതുപോലെ താരങ്ങളുടെയും അതുപോലെ ഡയറക്ടേഴ്സിന്റെ ഒക്കെ എന്താണ് ആരാധകരും ഒക്കെയാണ് തിയേറ്ററിൽ ഇരിക്കുക. അപ്പൊ ചില ആൾക്കാർ വരുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും തല്ലാൻ വരികയാണോ എന്നൊക്കെ തോന്നിപ്പോവാം. പക്ഷെ അത് ഈ ഒരു ജോലിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഡീൽ ചെയ്തു. കാരണം റിവ്യൂസ് സാധാരണ 2-3 ഡേയ്സിനുള്ളിൽ റിവ്യൂ ഇടാറുണ്ട്. റിവ്യൂ ആണ് ഒരാഴ്ച വന്നത്. പിന്നെ അതുപോലെ തന്നെ അശ്വിൻ കോക്ക് എന്ന റിവ്യൂവർ ഇതുവരെ
ഗോഡ് ബോയ്സിന്റെ റിവ്യൂ ഇട്ടിട്ടില്ല. എന്താണ് ഇതില് എന്താ റിവ്യൂ എഴുതാനുള്ള കാരണം എന്താണ്? അശ്വന്തിന്റെ കാര്യം അശ്വന്ത് സംസാരിക്കാനായിരിക്കും നല്ലത്. എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തുടക്കം മുതലുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്കെതിരെ എന്തോ സംഭവിക്കുന്നു, ഞങ്ങൾക്കെതിരെ എന്തോ സംഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന്റെ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അവര് മറ്റേ കൂട്ടമായി ഞങ്ങളെ ആക്രമിക്കാൻ വന്നു എന്ന് പറയുന്ന ഒരു ആരോപണത്തിൽ അവരത് മാർക്കറ്റിംഗ് ടൂളാക്കി. അപ്പൊ അവർക്കൊരു മാർക്കറ്റിംഗ് ടൂൾ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് റിവ്യൂ ഇടണ്ടെന്ന് വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച വരുന്ന സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. അപ്പൊ ആ സിനിമകളിലെ നെഗറ്റീവ് പറയുമ്പോൾ ഈ സിനിമയിലെ നെഗറ്റീവ് ഇപ്പം ഈ ആൾക്കാർ കമന്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്നത് വേറെ വേറെ ലെവലിൽ നിൽക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ്. ഈ സിനിമയുടെ നെഗറ്റീവ് നിങ്ങൾ സംസാരിച്ചല്ലോ, ആ സിനിമയുടെ നെഗറ്റീവ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡിസ്കഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വൈകിയാണെങ്കിലും അതിന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അല്ലാതെ ആ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത കൊണ്ട് കൊടുത്തതല്ല. നമ്മൾ ആസ് എ പ്രേക്ഷകൻ ഞാനത് ആ റിവ്യൂ വേണ്ടാന്നൊക്കെ വിചാരിച്ച് ഉപേക്ഷിച്ചിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് ലാസ്റ്റ് ചോദിച്ചോണ്ട് മാത്രമാണ് അപ്പൊ റിവ്യൂ ഇട്ടതാണ്. റിവ്യൂ അല്ല, കമന്റ് സെക്ഷനിൽ റിവ്യൂടെ ചോദിച്ചോണ്ടാണോ റിവ്യൂ? അത് നമ്മൾ റിവ്യൂ ഇടാത്തത് പെയ്ഡ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്യാമ്പയിൻ പോലെ തോന്നി എനിക്ക്. അതുകൊണ്ട് ഇട്ടതാണ്. എല്ലാവിധ ആശംസകളും. നല്ല രീതിയിൽ സത്യസന്ധമായി റിവ്യൂ പറയാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും പേടിക്കാതെ പേടിക്കാതെ പറയുള്ളൂ. മുന്നോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു.